നമസ്കാരം. ഇത് ദ സ്റ്റോറി ഹണ്ടർ. ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് കേരളത്തിന്റെ ഇരുണ്ട കാടുകളിലൂടെ ഒരു മനുഷ്യന്റെ കഥയിലേക്ക്. ധനികരെ ഭയപ്പെടുത്തിയ പാവങ്ങളുടെ രക്ഷകനായ ഒരു കള്ളന്റെ കഥ. കായംകുളം കൊച്ചുണ്ണി. 19-ാം നൂറ്റാണ്ടിലെ കേരളം. ഇന്നത്തെ പോലെ പ്രകാശവും നഗരങ്ങളുടെ തിരക്കുമില്ലാത്ത കാലം. കാടുകളും കായലുകളും മഴയും ദാരിദ്ര്യവും നിറഞ്ഞ ഭൂമി. അവിടെ ആലപ്പുഴയും കായംകുളവും തമ്മിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന്റെ കരച്ചിൽ അവിടെയുണ്ടായിരുന്ന ആരെയും അമ്പരപ്പിച്ചില്ല. കാരണം ആ കാലത്ത് ദാരിദ്ര്യത്തിൽ ജനിക്കുന്ന കുട്ടികൾ അനേകമായിരുന്നു. പക്ഷേ ആ കുഞ്ഞ് ഒരു ദിവസം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു നിഴലായി മാറുമെന്ന് ആരും അറിഞ്ഞില്ല. ആ കുഞ്ഞിന്റെ പേര് കൊച്ചുണ്ണി. കൊച്ചുണ്ണിയുടെ കുടുംബം അതിയായ ദരിദ്രമായിരുന്നു. ഭക്ഷണം കിട്ടുന്ന ദിവസം ഒരു ആഘോഷം പോലെയായിരുന്നു. ഭക്ഷണമില്ലാത്ത ദിവസം സാധാരണമായിരുന്നു. അവന്റെ അമ്മ വിശപ്പിനെ മറയ്ക്കാൻ വെള്ളം കുടിച്ച് ഉറങ്ങുമായിരുന്നു. കുഞ്ഞായിരുന്ന കൊച്ചുണ്ണിയമ്മയുടെ വയറ്റിൽ ഭക്ഷണമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു കഠിനത പിറന്നു. ഒരു ദിവസം മഴ പെയ്തുകൊണ്ടിരുന്നു. വീട്ടിൽ ഭക്ഷണമില്ല. അമ്മ കരഞ്ഞുകൊണ്ട് അവനെ ചേർത്തുപിടിച്ചു. അവൻ ചോദിച്ചു, "അമ്മേ, നാളെ ഭക്ഷണമുണ്ടാകുമോ?" അമ്മക്ക് മറുപടിയില്ല. ആ നിശബ്ദത കൊച്ചുണ്ണിയുടെ ജീവിതം മാറ്റിയ നിമിഷമായിരുന്നു. അടുത്ത ദിവസം അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. വിശപ്പിൽ വിറച്ച ശരീരം, കണ്ണുകളിൽ ഒരു വിചിത്രമായ തീരുമാനം. അവൻ നടന്നുപോയത് ഗ്രാമത്തിലെ ഏറ്റവും സമ്പന്നനായ ഭൂസ്വാമിയുടെ വീട്ടിലേക്ക്. വീട്ടിന്റെ പിന്നിലൂടെ അവൻ അകത്ത് കയറി. സ്വർണവും വിലപിടിപ്പുള്ള സാധനങ്ങളും അവിടെയുണ്ടായിരുന്നു. പക്ഷേ അവൻ എടുത്തതൊരു പാത്രം, ഭക്ഷണം മാത്രം. ആദ്യമായി അവൻ ഭക്ഷണം മോഷ്ടിച്ചു. പക്ഷേ അവൻ കള്ളനായി തോന്നിയില്ല. കാരണം അവൻ ചെയ്തത് ജീവിക്കാൻ വേണ്ടിയാണ്. ആ രാത്രി അവൻ അമ്മയ്ക്ക് ഭക്ഷണം നൽകി. അമ്മ കരഞ്ഞു. "ഇതെവിടെ നിന്നാണ്?" കൊച്ചുണ്ണി ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു. "ഇനി ഞാൻ വിശപ്പിനോട് തോൽക്കില്ല." കാലം കടന്നു. കൊച്ചുണ്ണി ഒരു ശക്തനായ യുവാവായി. വേഗം, ബുദ്ധിധൈര്യം. അവന്റെ ശരീരത്തിൽ ഒരു കാട്ടുമൃഗത്തിന്റെ ചാബല്യമുണ്ടായിരുന്നു. ഗ്രാമത്തിലെ ആളുകൾ അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ അവന്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം: എന്തുകൊണ്ട് ചിലർക്ക് എല്ലാം മറ്റുള്ളവർക്കൊന്നുമില്ല? ആ ചോദ്യമാണ് അവനെ ഒരു സാധാരണ യുവാവിൽ നിന്ന് ഒരു ഭീകരമായ കഥയാക്കി മാറ്റിയത്. ഒരു രാത്രി അവൻ വീണ്ടും ഒരു സമ്പന്നന്റെ വീട്ടിൽ കയറി. ഈ പ്രാവശ്യം ഭക്ഷണം മാത്രമല്ല, പണമെടുത്തു. പക്ഷേ അതവൻ സ്വന്തമായി വച്ചില്ല. അടുത്ത ദിവസം ഗ്രാമത്തിലെ പാവങ്ങളുടെ വീടുകളിൽ അവൻ അത് വിതരണം ചെയ്തു. ആരും കണ്ടില്ല. പക്ഷേ എല്ലാവർക്കും അറിയാമായിരുന്നു. അന്നുമുതൽ ഒരു കഥ പിറന്നു. രാത്രിയിൽ വരുന്ന ഒരു നിഴൽ, ധനികർക്കുള്ള പേടി, പാവങ്ങൾക്ക് ഒരു പ്രതീക്ഷ. കൊച്ചുണ്ണി. കൊച്ചുണ്ണിയുടെ പേര് ഇപ്പോൾ ഒരു ചർച്ചയായി മാറിയിരുന്നു. ഗ്രാമങ്ങളിൽ ഒരു ചുരുൾ പറച്ചിൽ. രാത്രിയിൽ ആരോ വരുന്നു. ധനികരുടെ പെട്ടികൾ കാലിയാകുന്നു. പാവങ്ങളുടെ വീടുകളിൽ അപ്രതീക്ഷിതമായി ഭക്ഷണമെത്തുന്നു. ആരും അവനെ കണ്ടിട്ടില്ല. പക്ഷേ എല്ലാവർക്കും അവന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിരുന്നു. ഒരു ചന്ദ്രനില്ലാത്ത രാത്രി കാറ്റുപോലും ശബ്ദമില്ലാതെ വീശി. ഗ്രാമത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യാപാരിയുടെ വീട്ടിലേക്ക് ഒരു നിഴൽ നീങ്ങി. അവൻ കൊച്ചുണ്ണി. വീട്ടിനു ചുറ്റും കാവൽക്കാരുണ്ടായിരുന്നു. പക്ഷേ അവൻ കാറ്റുപോലെ നീങ്ങി. ചുവരുകൾ അവനെ തടഞ്ഞില്ല. വാതിലുകൾ അവനെ പിടിച്ചില്ല. അവൻ അകത്ത് കയറി. സ്വർണ്ണ നാണയങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ അവനെല്ലാം കണ്ടു. പക്ഷേ അവന്റെ മുഖത്ത് ലോഭമില്ലായിരുന്നു. ഒരു തണുത്ത ശാന്തത മാത്രം. അവൻ ആവശ്യമായത് മാത്രമെടുത്തു. പുറത്തിറങ്ങാൻ പോകുമ്പോൾ ഒരു കാവൽക്കാരൻ അവനെ കണ്ടു. ആരും അവിടെ. ഒരു നിമിഷം നിശ്ശബ്ദം. അടുത്ത നിമിഷം വാളിന്റെ തിളക്കം. കാവൽക്കാരൻ നിലത്തു വീണു. കൊച്ചുണ്ണി അവനെ കൊല്ലാതെ ബോധരഹിതനാക്കി. അവൻ കൊലയാളിയല്ലായിരുന്നു. അടുത്ത ദിവസം ഗ്രാമം മുഴുവൻ ഒരു വാർത്ത: വ്യാപാരിയുടെ വീട് കവർച്ച. പക്ഷേ അതേ ദിവസം പാവങ്ങളുടെ വീടുകളിൽ അരി നിറഞ്ഞ ചാക്കുകളെത്തി. ജനങ്ങൾ മനസ്സിലാക്കി, ഇതൊരു കള്ളൻ അല്ലൻ, ഒരു രക്ഷകൻ. കാലം കടന്നു. കൊച്ചുണ്ണിയുടെ പേര് ഭയമായി മാറി. ധനികർ രാത്രിയിൽ ഉറങ്ങാൻ പേടിച്ചു. കാവൽ ശക്തമാക്കി. പക്ഷേ അവൻ എപ്പോഴും എത്തി, ഒരു നിഴൽ പോലെ. ട്രാവൻകൂർ രാജ്യത്തേക്ക് ഈ വാർത്ത എത്തി. രാജാവിന്റെ സൈന്യം കൊച്ചുണ്ണിയെ പിടിക്കാനയച്ചു. പക്ഷേ കാടുകൾ അവന്റെ കൂട്ടുകാരായിരുന്നു. കായലുകൾ അവന്റെ രക്ഷാകവചം. രാത്രി അവന്റെ രാജ്യം. ഒരു ദിവസം സൈന്യം അവനെ കാടിനുള്ളിൽ വളഞ്ഞു. അവൻ ഒറ്റയ്ക്കായിരുന്നു. 30 സൈനികർ അവന്റെ മുന്നിൽ. മഴ പെയ്യാൻ തുടങ്ങി. മിന്നൽ തെളിഞ്ഞു.
അവൻ വാൾ പുറത്തെടുത്തു. ആ രാത്രി കാട് യുദ്ധഭൂമിയായി. മിന്നൽ തെളിയുമ്പോൾ വാളുകളുടെ തിളക്കം മാത്രം. മഴ രക്തവുമായി കലർന്നു. ചില നിമിഷങ്ങൾക്കുള്ളിൽ സൈനികർ നിലത്തു വീണു. ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു. കൊച്ചുണ്ണി വീണ്ടും അദൃശ്യനായി. അടുത്ത ദിവസം ഗ്രാമങ്ങളിൽ ഒരു പുതിയ കഥ. കൊച്ചുണ്ണിയെ ആരും പിടിക്കാൻ കഴിയില്ല. കൊച്ചുണ്ണി ഇനിയൊരു കള്ളൻ മാത്രമല്ലായിരുന്നു. അവൻ ഒരു കഥയായി മാറി. പാവങ്ങളുടെ വീടുകളിൽ അവന്റെ പേര് ഒരു പ്രാർത്ഥന പോലെ കേട്ടു. ദൈവമേ, ഇന്നിറാവ് കൊച്ചുണ്ണി വരട്ടെ. ഒരു വയോധിക ദമ്പതികൾ. 3 ദിവസം ഭക്ഷണമില്ല. അവരുടെ കുടിലിൽ വെളിച്ചം പോലുമില്ല. അവൾ കരഞ്ഞു. ഇങ്ങനെ ജീവിക്കുന്നതിനു പകരം മരിച്ചാൽ മതി. അന്നിറാവ് വാതിൽക്കു മുന്നിൽ ഒരു ചെറിയ ശബ്ദം. വാതിൽ തുറന്നപ്പോൾ ഒരു ചാക്ക്. അകത്ത് അരിപ്പണം, പുതിയ വസ്ത്രങ്ങൾ, ആരുമില്ല. പക്ഷേ ഒരു നിഴൽക്കാടിലേക്ക് നീങ്ങി. ജനങ്ങൾ ഇപ്പോൾ അവനെ പേടിച്ചില്ല. അവനെ സ്നേഹിച്ചു. കുട്ടികൾ അവന്റെ കഥ കേട്ട് വളർന്നു. നല്ലവർക്കായി ജീവിച്ച കള്ളൻ. പക്ഷേ ധനികർക്കിടയിൽ അവന്റെ പേര് ഒരു ദുരന്തമായിരുന്നു. വ്യാപാരികൾ സ്വർണമൊളിപ്പിച്ചു. വീട് ചുറ്റും കാവൽ വർദ്ധിപ്പിച്ചു. രാത്രിയിൽ വിളക്കുകൾ കത്തിച്ചു. പക്ഷേ എല്ലാ സുരക്ഷയും ഒരു കാര്യം തടയാൻ കഴിഞ്ഞില്ല: കൊച്ചുണ്ണി. ഒരു ദിവസം ട്രാവൻകൂറിലെ ഏറ്റവും സമ്പന്നനായ ഭൂസ്വാമിയുടെ കൊട്ടാരം. അവിടെ വലിയ ഒരു നിധി സൂക്ഷിച്ചിരുന്നു. രാജ്യത്തിലെ ഏറ്റവും കർശനമായ സുരക്ഷ. എല്ലാവരും പറഞ്ഞു, ഇവിടെ കൊച്ചുണ്ണി വരില്ല. പക്ഷേ അവനെത്തി. മഴ പെയ്യുന്ന രാത്രി കാറ്റ് കത്തുന്ന പോലെ വീശി. അവൻ കൊട്ടാരത്തിന്റെ മതിലിൽ കയറിപ്പോയി. അകത്ത് 100ഓളം കാവൽക്കാരന്മാർ. അവൻ നിഴലുകൾക്കിടയിൽ നീങ്ങി. നിധി സൂക്ഷിച്ചിരുന്ന മുറിയിൽ അവൻ എത്തി. സ്വർണ്ണ നാണയങ്ങൾ മിന്നി. അവൻ ഒരു നിമിഷം അവയെ നോക്കി. ഇത് എല്ലാം ഒരു മനുഷ്യന് എന്തിന്? അവൻ ചാക്കുകൾ നിറച്ചു. പക്ഷേ പുറത്തിറങ്ങാൻ പോകുമ്പോൾ അലാറം മുഴങ്ങി. കാവൽക്കാരന്മാർ എത്തി. ഒരു മഹായുദ്ധം. വാളുകൾ ഇടിച്ചു. മുറി യുദ്ധഭൂമിയായി. കൊച്ചുണ്ണി ഒരു കൊടുങ്കാറ്റ് പോലെ നീങ്ങി. അവൻ പരിക്കേറ്റു, പക്ഷേ തടഞ്ഞില്ല. അവസാനം അവൻ മതിൽ ചാടി അദൃശ്യനായി. അടുത്ത ദിവസം രാജ്യം മുഴുവൻ ഒരു വാർത്ത: നിധി കവർന്നു. അതേസമയം ഗ്രാമങ്ങളിൽ ആനന്ദം. പാവങ്ങളുടെ വീടുകളിൽ പണമെത്തി. ജനങ്ങൾ കരഞ്ഞു, കൊച്ചുണ്ണി ജീവിക്കട്ടെ. ഇപ്പോൾ അവൻ ഒരു മനുഷ്യനല്ല, ഒരു പ്രതീക്ഷ. പക്ഷേ എല്ലാ കഥകളിലും ഒരു ഇരുണ്ട തിരിവുണ്ടാകും. അവന്റെ ജീവിതത്തിലും അതെത്താൻ തുടങ്ങി. അവന്റെ അടുത്തവരിൽ ഒരാൾ അവനെ വഞ്ചിക്കാൻ തീരുമാനിച്ചു. കൊച്ചുണ്ണിയുടെ കഥ ഇപ്പോൾ ഒരു പൗരാണികതയായി മാറിയിരുന്നു. പക്ഷേ ഓരോ പൗരാണിക കഥയ്ക്കും ഒരു ഇരുണ്ട അവസാനമുണ്ടാകും. അതവന്റെ അടുത്തേക്ക് മന്ദഗതിയിലെത്തുകയായിരുന്നു. കൊച്ചുണ്ണിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാളുണ്ടായിരുന്നു. അവൻ കൊച്ചുണ്ണിയോടൊപ്പം നിരവധി വർഷങ്ങൾ കാടുകളിൽ ജീവിച്ചവൻ. അവന്റെ രഹസ്യങ്ങൾ അറിയുന്ന ഒരാൾ. പക്ഷേ ലോഭം മനുഷ്യനെ മാറ്റും. ട്രാവൻകൂർ സൈന്യം ഒരു പ്രഖ്യാപനം നടത്തി: കൊച്ചുണ്ണിയെ പിടിച്ചുകൊടുത്താൽ വലിയ പ്രതിഫലം. ആ വാക്കുകൾ അവന്റെ സുഹൃത്തിന്റെ മനസ്സിൽ വിഷം പോലെ വീണു. ഒരു ദിവസം അവൻ കൊച്ചുണ്ണിയെ സമീപിച്ചു. സഹോദരാ, നീ ഏറെ നാളായി ശാന്തമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്ന് എന്റെ വീട്ടിലേക്ക് വരൂ. കൊച്ചുണ്ണിക്ക് സംശയം തോന്നിയില്ല. കാരണം അവൻ വിശ്വസിച്ചിരുന്നു. മഴ പെയ്യുന്ന രാത്രി ചെറിയ ഒരു വീട്. വിളക്കിന്റെ മങ്ങിയ വെളിച്ചം ഭക്ഷണം ഒരുക്കിയിരുന്നു. കൊച്ചുണ്ണി ചിരിച്ചുകൊണ്ടിരുന്നു. ഇത്രയും നാളായി ഇങ്ങനെ ശാന്തമായി ഇരുന്നിട്ടില്ല. ഭക്ഷണത്തിനു ശേഷം ഒരു പാനീയം നൽകി. അവൻ കുടിച്ചു. ചില നിമിഷങ്ങൾക്കുള്ളിൽ കണ്ണുകൾ മങ്ങിയിരുന്നു. ശരീരം തളർന്നു. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ നിലത്തു വീണു. അവൻ മനസ്സിലാക്കി, വഞ്ചന. അവന്റെ കണ്ണുകളിൽ വേദനയല്ല, നിരാശ. വാതിൽ തുറന്നു. സൈന്യമകത്ത് കയറി. വർഷങ്ങളായി പിടിക്കാൻ കഴിയാത്ത ആ മനുഷ്യൻ ഇപ്പോൾ ബോധരഹിതനായി കിടക്കുന്നു. അവനെ ചങ്ങലയിൽ ബന്ധിച്ചു. കൊച്ചുണ്ണി ഒരിക്കൽ പോലും യാചിച്ചില്ല. അവൻ ശാന്തമായി സൈന്യത്തെ നോക്കി. ഒരു തോൽവിയും അവന്റെ മുഖത്ത് കാണാനായില്ല. അടുത്ത ദിവസം വാർത്ത കേരളം മുഴുവൻ പടർന്നു. കൊച്ചുണ്ണി പിടിയിലായി. പാവങ്ങളുടെ വീടുകളിൽ നിശബ്ദം. ചിലർ കരഞ്ഞു, ചിലർ വിശ്വസിച്ചില്ല. അവനെ ജയിലിലേക്ക് കൊണ്ടുപോയി. ജനങ്ങൾ വഴിയരികിൽ നിന്നു. ചിലർ തലകുനിച്ചു, ചിലർ കൈയുയർത്തി. അവൻ ഒരു കുറ്റവാളിയായി അല്ല, ഒരു നായകനായി കൊണ്ടുപോയി. ജയിലിന്റെ ഇരുണ്ട കോണിൽ കൊച്ചുണ്ണിയിരുന്നു. വർഷങ്ങളായി കാടുകൾ അവന്റെ വീടായിരുന്നു. ഇപ്പോൾ ഇരുമ്പു ചുവരുകൾ. പക്ഷേ അവന്റെ മനസ്സ് തകരാഞ്ഞിരുന്നു. അവൻ മന്ദമായി പറഞ്ഞു, ഞാൻ ചെയ്തത് എന്നെക്കായി അല്ല, അവർക്കായി. കൊച്ചുണ്ണിയെ കോടതിയിൽ ഹാജരാക്കി. അവനെ കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തി. ഒരു കുറ്റവാളിയെ കാണാൻ അല്ല, ഒരു കഥയെ കാണാൻ.
കോടതിയിൽ നിശ്ശബ്ദം. ന്യായാധിപൻ ചോദിച്ചു, നീ ചെയ്ത കുറ്റങ്ങൾ സമ്മതിക്കുന്നുവോ? കൊച്ചുണ്ണി ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നീട് മന്ദമായി പറഞ്ഞു, ഞാൻ എടുത്തത് അവർക്കുണ്ടായിരുന്നതിൽ നിന്നാണ്. ഞാൻ കൊടുത്തത് അവർക്കൊന്നുമില്ലാത്തവർക്കാണ്. ആ വാക്കുകൾ കോടതിയിൽ മുഴങ്ങി. ചിലരുടെ കണ്ണുകളിൽ കണ്ണീർ, ചിലരുടെ മുഖത്ത് കോപം. അവനെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അവൻ അറിയുന്നു, സ്വാതന്ത്ര്യം തിരികെ വരില്ല. ജയിലിന്റെ ചെറിയ ജനലിലൂടെ അവൻ ആകാശം നോക്കി. വർഷങ്ങളായി അവന്റെ കൂട്ടുകാരിയായിരുന്ന രാത്രി ഇപ്പോൾ അവനെ വിട്ടുപോയിരുന്നു. ജനങ്ങൾ ജയിലിന് പുറത്തുകൂടി. ആരും അവനെ കാണാൻ അനുവദിച്ചില്ല. പക്ഷേ അവൻ കേട്ടു കരച്ചിലിന്റെ ശബ്ദം. അവൻ ചിരിച്ചു. ഞാൻ ഒറ്റയല്ല. ഒരു രാത്രി ജയിലിന്റെ ഇരുട്ടിൽ അവൻ അസ്വസ്ഥനായി. വിഷത്തിന്റെ ശേഷിപ്പോ അല്ലെങ്കിൽ കാലത്തിന്റെ ക്ഷീണമോ? ആരും അറിയില്ല. അവൻ നിലത്തിരുന്നു. കണ്ണുകൾ അടച്ചു. കാടുകളുടെ ഓർമ്മമഴയുടെ ശബ്ദം, പാവങ്ങളുടെ ചിരി അവന്റെ മനസ്സിൽ തെളിഞ്ഞു. അവൻ അവസാനമായി പറഞ്ഞു, വിശപ്പിന് ഞാൻ തോൽക്കാൻ സമ്മതിച്ചില്ല, ഭയത്തിനുമില്ല. അടുത്ത പുലർച്ചെ കൊച്ചുണ്ണി ജീവിച്ചിരുന്നില്ല. വാർത്ത കേരളം മുഴുവൻ പടർന്നു. പാവങ്ങളുടെ വീടുകളിൽ ദീപങ്ങളണഞ്ഞു. ചിലർ ഭക്ഷണം കഴിച്ചില്ല. ചിലർ അവനെ ഒരു ദൈവമായി ഓർത്തു. കാലം കടന്നു. പക്ഷേ കൊച്ചുണ്ണിയുടെ കഥ മരിച്ചില്ല. അത് പാട്ടായി മാറി, കഥയായി മാറി, ഒരു നിഴലായി കേരളത്തിന്റെ ചരിത്രത്തിൽ ജീവിച്ചു. ഇന്നുവരെ രാത്രിയിൽ കാടിലൂടെ നടക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുമെന്ന് പറയുന്നു. കാറ്റിന്റെ ശബ്ദമല്ല, ഒരു മനുഷ്യന്റെ കഥ. കൊച്ചുണ്ണി. രഹസ്യങ്ങൾ ഒരിക്കലും മരിക്കില്ല. അവ മറഞ്ഞുകിടക്കുന്നു. കണ്ടെത്താൻ ഒരാളെ കാത്തു. ആ വേട്ട തുടരാൻ നിങ്ങളെയും ഞാൻ കൂടെ കൂട്ടുന്നു. അടുത്ത കഥ വരെ ദ സ്റ്റോറി ഹണ്ടർ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റായി എഴുതാനും മറക്കരുത്. ഈ വേട്ട തുടരാൻ നിങ്ങളുടെ പിന്തുണ അനിവാര്യമാണ്. തെറ്റുകൾ തിരുത്തി ഞാൻ വീണ്ടും വരാം.